ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ഔട്ട് എന്ന ലെസനാണ്. നമുക്ക് ലെസണിലേക്ക് പോകാം. ലെറ്റ് us റീഡ്. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം. ഔട്ട്. ഇറ്റ് വാസ് എ ഹോളിഡേ. Jeet and Babli were playing. They played many games. Both of them skipped the rope. They played hide and seek. Babli and Jeet decided to play bat and ball. Jeet got ready to throw the ball. ഇനി നമുക്കിതിൻ്റെ അർത്ഥമൊക്കെ നോക്കാവേ. ഇറ്റ് വാസ് എ ഹോളിഡേ. അതൊരു അവധി ദിവസമായിരുന്നു. ജീത് ആൻഡ് ബാബ്ലി വേർ പ്ലേയിങ്. ജീതും ബാബ്ലിയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ പ്ലേയിങ്. അവർ കളിക്കുകയായിരുന്നു. ദേ പ്ലേഡ് മെനി ഗെയിംസ്. അവർ പല കളികളും കളിച്ചു. ബോത്ത് ഓഫ് ദം സ്കിപ്പ് ദ റോപ്പ്. രണ്ടുപേരും സ്കിപ്പ് ചെയ്തു. ബോത്ത് ഓഫ് ദം സ്കിപ്പ് ദ റോപ്പ്. രണ്ടുപേരും കയറ് സ്കിപ്പ് ചെയ്ത്. അതിൻ്റെ പടം നമുക്ക് കാണാം. കണ്ടോ? കയറിട്ട് വട്ടം കറക്കിക്കൊണ്ട് അത് സ്കിപ്പ് ചെയ്യണം. ഇറ്റ്സ് കോൾഡ് സ്കിപ്പിംഗ്. ദ പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക്. അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു. ബാബ്ലി ആൻഡ് ജീത്ത് ഡിസൈഡഡ് ടു പ്ലേ ബാറ്റ് ആൻഡ് ബോൾ. ബാബ്ലിയും ജീത്തും തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ദ ഡിസൈഡഡ് ടു പ്ലേ, കളിക്കാൻ വേണ്ടിയിട്ട്, ബാറ്റ് ആൻഡ് ബോൾ. ബാറ്റും ബോളും കളിക്കാൻ തീരുമാനിച്ചു. ജീത്ത് ഗോട്ട് റെഡി ടു ത്രോ ദ ബോൾ. ആരാ ബോൾ എറിയുന്നത്? ജീത്ത് ഗോട്ട് റെഡി ടു ത്രോ ദ ബോൾ. ബോൾ എറിയാൻ ജീത്ത് തയ്യാറായി. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നമുക്കൊന്ന് വായിക്കാം. ജീത്ത് ത്രൂ ദ ബോൾ. ജീത്ത് പന്തെറിഞ്ഞു. ബാബ്ലി ഹിറ്റ് ദ ബോൾ. ദ ബോൾ വെൻറ്റ് ഇൻ ടു മോഹിത്സ് ഗാർഡൻ. ബട്ട് ഹിസ് ഹൗസ് വാസ് ലോക്ക്ഡ്. They could not find the ball, so the game stopped. Babli knew how to make a ball. They got a few rags, paper and wool. Babli also brought a piece of string. She rolled rags, paper and wool to make a ball. Then she tied the ball with a string. They liked the new ball. The game started again. This time, Babli picked the ball. Jeet picked the bat. Babli threw the ball. Jeet hit the ball hard. The ball opened up and scattered in the air. Babli jumped and caught a piece of rag. She jumped and shouted, out, out. അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ബാബ്ലി ന്യൂ ഹൗ ടു മേക്ക് എ ബോൾ. ബാബ്ലിക്ക് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്ന? ഹൗ ടു മേക്ക് എ ബോൾ. എങ്ങനെയാണ് ബോൾ ഉണ്ടാക്കേണ്ടതെന്ന്. ദേ ഗോട്ട് എ ഫ്യൂ റാക്സ്. അവർ കുറച്ച് പഴന്തുണി കഷ്ണങ്ങൾ കൊണ്ടുവന്നു. റാക്സ് മീൻസ് പഴന്തുണി കഷ്ണങ്ങളാണ്. ദേ ഗോട്ട് എ ഫ്യൂ റാക്സ്. കുറച്ച് പഴന്തുണിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്നു. പിന്നെ എന്തുകൊണ്ടുവന്നു? പേപ്പർ ആൻഡ് വൂൾ. പേപ്പറും കൊണ്ടുവന്നു. വൂൾ, കമ്പിളിയുടെ അംശങ്ങളൊക്കെ കമ്പിളി കൊണ്ടുവന്നു. ബാബ്ലി ഓൾസോ ബ്രോട്ട് എ പീസ് ഓഫ് സ്ട്രിങ്. ബാബ്ലി ഷി ഓൾസോ ബ്രോട്ട് എ പീസ് ഓഫ് സ്ട്രിങ്. അവൾ ഒരു കഷ്ണം ചരടും കൊണ്ടുവന്നു. എ പീസ് ഓഫ് സ്ട്രിങ്. ഒരു കഷ്ണം ചരടും കൊണ്ടുവന്നു. സ്ട്രിങ് മീൻസ് ചരട്. ഷി റോൾഡ് ദ റാക്സ്. അവൾ എന്ത് ചെയ്തു? ഷി റോൾഡ് ദ റാക്സ്. പഴന്തുണി അങ്ങോട്ട് ചുരുട്ടി. പേപ്പർ ആൻഡ് വൂൾ. പേപ്പറും ചുരുട്ടി വൂളും ചുരുട്ടി. എന്തിനാണ്? ടു മേക്ക് എ ബോൾ. ഒരു പന്തുണ്ടാക്കാനായിട്ട്. ദെൻ ഷീ ടൈഡ് ദ ബോൾ വിത്ത് എ സ്ട്രിങ്. എന്നിട്ട് ആ സ്ട്രിങ് എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? ഷീ ടൈഡ് ദ ബോൾ. ആ പന്ത് കെട്ടി. വിത്ത് എ സ്ട്രിങ്. ഒരു നൂല് കൊണ്ട്. ഷീ ടൈഡ് ദ ബോൾ വിത്ത് എ സ്ട്രിങ്. അവൾ നൂല് കൊണ്ട് പന്ത് കെട്ടി. ദ ലൈക്ക് ദ ന്യൂ ബോൾ. അവർക്ക് പുതിയ ബോൾ വലിയ ഇഷ്ടമായി. ദ ഗെയിം സ്റ്റാർട്ടഡ് അഗെയിൻ. കളി വീണ്ടും തുടങ്ങി.
നോക്കാം. അടുത്ത് നോക്കിയേ. ദിസ് ടൈം ബാബ്ലി പിക്ക് ദ ബോൾ. ഇത്തവണ ആരാ കളി തുടങ്ങിയത്? ആരാ ബോൾ എടുത്തത്? ബാബ്ലിയാണ് ബോൾ എടുത്തത്. കാണാം അതിൻ്റെ അകത്ത് ഉണ്ടോ? ബാബ്ലിയുടെ പടത്തിൽ കാണുന്നത് ബാബ്ലിയുടെ ഒരു പീസ് തുണി ഇരിക്കുന്നതാണ്. നമുക്കത് വായിക്കാം. ദിസ് ടൈം ബാബ്ലി പിക്ക് ദ ബോൾ. ഇത്തവണ ബാബ്ലിയാണ് പന്ത് എറിയാൻ എടുത്തത്. ജീത് പിക്ക് ദ ബാറ്റ്. ജീതാണല്ലോ, ബാറ്റ് കയ്യിലെടുത്തു. ബാബ്ലി ത്രൂ ദ ബോൾ. ബാബ്ലി പന്ത് എറിഞ്ഞു. ജീത് ഹിറ്റ് ദ ബോൾ ഹാർഡ്. ജീതാണെങ്കിലോ വളരെ ശക്തിയായിട്ട് ബോളിനിട്ട് ഒറ്റ അടി കൊടുത്തു. ജീത് ഹിറ്റ് ദ ബോൾ ഹാർഡ്. ജീത് ബോളിനിട്ട് നന്നായിട്ടൊന്ന് തട്ടി, നന്നായിട്ട് ഹിറ്റ് ചെയ്തു. ദ ബോൾ ഓപ്പൺഡ്. കയറ് പൊട്ടി ബോളങ്ങ് തുറന്നുപോയി. ദ ബോൾ ഓപ്പൺഡ് അപ്പ്. ബോൾ തുറന്നുപോയി. ആൻഡ് സ്കാറ്റേർഡ് ഇൻ ദ എയർ. അത് വായുവിൽ അങ്ങനെ പറന്നു. സ്കാറ്റേർഡ് ഇൻ ദ എയർ. വായിൽ ചിതറി. സ്കാറ്റേർഡ് മീൻസ് ചിതറി. ബാബ്ലി ജംപ്ഡ് ആൻഡ് കോട്ട് എ പീസ് ഓഫ് റാഗ്. ബാബ്ലി എന്ത് ചെയ്തു? ഷീ ജംപ്ഡ്. അവൾ ചാടി. ആൻഡ് കോട്ട് എ പീസ് ഓഫ് റാഗ്. ഒരു കഷ്ണം തുണി കിട്ടി. അപ്പോൾ അവൾക്ക് ചാടി പിടിച്ചു ഒരു കഷ്ണം തുണി. ഷീ ജംപ്ഡ് ആൻഡ് ഷൗട്ടഡ്. അവൾ ചാടിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പോയി. ഷീ ഷൗട്ടഡ് ഔട്ട്സ് ഔട്ട്സ്. അവൾ എന്താ വിളിച്ചു പോയത്? ഔട്ട് ഔട്ട് എന്നാണ് വിളിച്ചു പോയത്. ഷീ ഷൗട്ടഡ് ഔട്ട്സ് ഔട്ട്സ്. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ നമുക്കൊന്ന് പറയാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. പിന്നാലെ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയുക എന്നർത്ഥം. വാട്ട് ഗെയിംസ് ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? വാട്ട് ഗെയിംസ് എന്തെല്ലാം കളികളാണ് ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? കൂട്ടുകാരോട് കൂടി കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് പറയാം. എന്തൊക്കെ കളികളാണ് നിങ്ങൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ബാറ്റും ബോളും, ക്രിക്കറ്റ്, തീഫ് ആൻഡ് പോലീസ്, ഹൈഡ് ആൻഡ് സീക്ക്. അതൊക്കെ സാധാരണ എല്ലാവരും കുട്ടികൾ കളിക്കാറുള്ളല്ലേ. അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഐ ലൈക്ക് ടു പ്ലേ ബാറ്റ് ആൻഡ് ബോൾ, ക്രിക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് തീഫ് ആൻഡ് പോലീസ്. അപ്പോൾ അത്രയും കളികളാണ് നമ്മൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഐ ലൈക്ക് ടു പ്ലേ ബാറ്റ് ആൻഡ് ബോൾ ആൻഡ് ക്രിക്കറ്റ്. അത് പറഞ്ഞാലും മതി. ഏതൊക്കെ കളികളാണ്? 1, 2, 3 കളികളുടെ പേര് പറയാം. അടുത്തത്, ഹാവ് യു പ്ലേഡ് ബാറ്റ് ആൻഡ് ബോൾ? നിങ്ങൾ ബാറ്റും ബോളും കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ പറയും? യെസ്, ഐ ഹാവ് പ്ലേഡ് ബാറ്റ് ആൻഡ് ബോൾ. എങ്ങനെയാണ് ഉത്തരം പറയുന്നത്? യെസ്, ശരി. ഐ ഹാവ് പ്ലേഡ്. ഞാൻ കളിച്ചിട്ടുണ്ട്. എന്താണ്? ബാറ്റ് ആൻഡ് ബോൾ. യെസ്, ഐ ഹാവ് പ്ലേഡ് ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ബാബ്ലി മെയ്ഡ് എ ബോൾ യൂസിങ് എ ഫ്യൂ റാഗ്സ്, പേപ്പർ, വൂൾ ആൻഡ് സ്ട്രിങ്. ബാബ്ലി എന്ത് ചെയ്തു? ഷീ മെയ്ഡ് എ ബോൾ. അവളൊരു പന്തുണ്ടാക്കി. എന്തുകൊണ്ടാണ്? യൂസിങ് ഫ്യൂ റാഗ്സ്, കുറച്ച് പഴന്തുണി കഷ്ണങ്ങൾ കൊണ്ട്, പേപ്പർ, വൂൾ ആൻഡ് സ്ട്രിങ്, പേപ്പറും വൂളും സ്ട്രിങ്ങും ഒക്കെ കൊണ്ട് അങ്ങനെയാണ് പന്തുണ്ടാക്കിയത്. ഹാവ് യു ട്രൈ ടു പ്ലേ ഗെയിം യൂസിങ് ദ തിങ്സ് അറൗണ്ട് യു? ഹാവ് യു ട്രൈ ടു പ്ലേ ദ ഗെയിം യൂസിങ് ദ തിങ്സ് അറൗണ്ട് യു? നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളൊക്കെ കൊണ്ടേ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഹാവ് യു ട്രൈ ടു പ്ലേ എ ഗെയിം യൂസിങ് ദ തിങ്സ് അറൗണ്ട് യു? നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കൾ കൊണ്ടേ നമ്മൾ കളിച്ചിട്ടുണ്ടോ? വാട്ട് ഡിഡ് യു പ്ലേ? നിങ്ങൾ എന്താണ് കളിച്ചിട്ടുള്ളത്? നെയിം ദ തിങ്സ് ദാറ്റ് യു യൂസ് ടു പ്ലേ. എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ ദ ക്ലാസ്. അത് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറയാം. ദെൻ റീഡ് 10 and 11 ഓഫ് സ്റ്റോറി again and number the following sentences in the correct order. 1 കറക്റ്റ് ഓർഡറിൽ പറയണം. നമുക്കത് വായിച്ചു നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറയുന്നത് ബാബ്ലി ഹിറ്റ് ദ ബോൾ. ബാബ്ലി പന്തടിച്ചു. ജീത്ത് ത്രൂ ദ ബോൾ. ജീത്ത് പന്തെറിഞ്ഞു. ദ ബോൾ വെൻറ്റ് ഇൻ ടു മോഹിത്സ് ഗാർഡൻ. ബോള് മോഹിതിൻ്റെ ഗാർഡനിലേക്ക് പോയി. ജീത്ത് ഗോട്ട് റെഡി ടു ത്രോ ദ ബോൾ. ജീത്താണ് പന്തെറിയാൻ റെഡിയായി. ദ ലോസ്റ്റ് ദ ബോൾ.
അവർക്ക് പന്ത് നഷ്ടമായി. ഇപ്പം നമ്മൾ ക്രമമായിട്ടൊന്ന് എഴുതാം. ആദ്യം എന്താ ചെയ്ത്? ജീത് ഗോട്ട് റെഡി ടു ത്രോ ദ ബോൾ. അതാ ഒന്നാമത്. അവളെ അല്ല, ജീത് അവനാണല്ലോ. അവനെന്ത് ചെയ്തു? ജീത് ഗോട്ട് റെഡി ടു ത്രോ ദ ബോൾ. പന്തെറിയാൻ തയ്യാറായി. രണ്ടാമത് ജീത് ത്രൂ ദ ബോൾ. ഇത് പന്തെറിഞ്ഞു. മൂന്നാമത് ബാബ്ലി ഹിറ്റ് ദ ബോൾ. ബാബ്ലിയാണ് പന്തടിച്ചതല്ലേ? ബാബ്ലി ഹിറ്റ് ദ ബോൾ. ബാബ്ലി പന്തടിച്ചു. അടുത്തത് ദ ബോൾ വെൻറ്റ് ഇൻ ടു മോഹിത്സ് ഗാർഡൻ. ബോളാണെങ്കിൽ മോഹിത്തിൻ്റെ തോട്ടത്തിലേക്ക് പോയി. ലാസ്റ്റ് ദേ ലോസ്റ്റ് ദ ബോൾ. അവർക്ക് പന്ത് നഷ്ടമായി. ഇത്തരം കാര്യങ്ങളാണ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസിൽ പറയാനുള്ളത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.